നിങ്ങളൊരു നിക്ഷേപകൻ എന്ന രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം നിക്ഷേപിക്കണോ അതല്ല ഇന്റർനാഷണൽ മാർക്കറ്റിലും കൂടി നിക്ഷേപിക്കണോ? എനിക്ക് പറയാനുള്ള ഒരൊറ്റ വേർഡ് മാത്രമേ ഉള്ളൂ, ലോങ് ടേമിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഏതൊരു എക്കണോമിക്കും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാകും. എല്ലാം ഒരു തികഞ്ഞൊരു എക്കണോമി ഒന്നും എവിടെയില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം തന്നെ ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ട എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ. രണ്ടാമത്തത് തീർച്ചയായിട്ടും ഇന്ത്യൻ രൂപയ്ക്ക് ഡിപ്രീസിയേഷൻ ഓൺ ആവറേജ് 4 to 5% ഡോളറിനെതിരെ ഡിപ്രീസിയേഷൻ ഇന്ത്യൻ രൂപയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് വേണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വലിയ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം നോ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര റിട്ടേൺ കൂടുതൽ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. സോ ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ ഗ്ലോബലി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും, കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാനും സാധിക്കും. ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.